ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മെയിനോനെ കുറിച്ച് അയാൾ പറഞ്ഞതും ജോർജ് സാർ പറഞ്ഞതും ഒരേ കാര്യം. അതുകൊണ്ട് മെയിനോൻ നാട്ടിലുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. അയാൾ തിരികെ പോകും മുമ്പ് എങ്ങനെയെങ്കിലും അയാളെ നമ്മൾ അറസ്റ്റ് ചെയ്യണം. മെയിനോന്റെ ഐഡന്റിറ്റി പുറത്തു കൊണ്ടുവന്ന് അയാളുടെ മുഖംമൂടി വലിച്ചു കീറണം. നമുക്കതിന് സാധിക്കും. നമ്മളെല്ലാരും കാത്തിരിക്കുന്നത് ആ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ? അതെ. അങ്ങനെ നിശ്ചയം ഭംഗിയായി നടന്നു. ഇനി കല്യാണം കൂടി കഴിഞ്ഞ സമാധാനായി. എല്ലാം അക്ഷിതമ്മളുടെ ഭാഗ്യവാ. ഇന്ന് അക്ഷിതയെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അല്ലേ? എത്ര പേരുടെ കണ്ണ് തട്ടിയിട്ടുണ്ടാവോ എന്തോ. ശരിക്കും ഒന്ന് ഒഴിഞ്ഞിടണം. കൈക്കും കാലിനൊക്കെ നല്ല വേദന. എത്ര നേരം അവിടെ അങ്ങനെ ഒരേ നിൽപ്പ് നിന്ന്. ഇതൊക്കെ തുടക്കമല്ലേ മോളെ? ഇനി കല്യാണവും റിസപ്ഷനും ഒക്കെ വരുമ്പോ ഇതിന്റെ ഇരട്ടി സമയം നിൽക്കേണ്ടി വരില്ലേ? അത് ശരിയാ. ഓർക്കുമ്പോ ഇപ്പോഴേ പേടിയാവുന്നു. എണ്ണക്കേട് പറയാതെ മോളെ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അത്. നീ ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസം. അത് അവളൊരു ഒഴുക്കിന് പറഞ്ഞതല്ലേ നാത്തുനെ, അല്ലേ മോളെ? ആ അതെ. ഇന്നെല്ലാം നന്നായിരുന്നു. പക്ഷേ ആ പൂർണിമ ദുർഗയോട് കുറച്ച് അധികം അടുപ്പം കാണിക്കുന്നില്ലേന്നൊരു തോന്നൽ. അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിവിടെ ആർക്കും അംഗീകരിക്കാൻ പറ്റൊന്നുമില്ല. പക്ഷെ അവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ കഴിക്കാനിരുന്ന സമയത്താ പൃഥ്വി ദുർഗയെ കണ്ടത്. ദുർഗ എന്റെ ചേച്ചിയാണോന്ന് പൃഥ്വി ചോദിച്ചു. ഇവളെങ്ങനെയാ ആളുകളെ വശത്താക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. ഇനി വല്ല കൂടോത്രം കയ്യിലുണ്ടോ എന്ന് ആർക്കറിയാം. അവൾ അതും അതിനപ്പുറം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും കല്യാണം കഴിയുന്നതോടെ അക്ഷിത ഇവിടുന്ന് രക്ഷപ്പെടുമല്ലോ. അഞ്ജനയുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമായ എനിക്ക് സമാധാനായി. എന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണോന്നാ? നിന്റെ കല്യാണത്തിന്റെ കാര്യം നാത്തും പറയുന്നേ. അയ്യേ, കല്യാണോ? എനിക്കോ? അതെന്താ, നിനക്ക് കല്യാണമൊന്നും വേണ്ടേ? പെണ്ണിന്റെ ഒരു നാണം നോക്കി ഓടി. ഇപ്പോഴത്തെ അവസ്ഥയിൽ കല്യാണം ആലോചിച്ച ദുർഗയ്ക്ക് വന്നതുപോലത്തെ ചെറുക്കനെ കിട്ടും. അതാ എന്റെ സങ്കടം. അക്ഷിതയ്ക്ക് വന്നത്ര ഇല്ലെങ്കിലും 4 പേര് കേട്ട മോശം പറയാത്തൊരു ബന്ധം കിട്ടണം. അങ്ങനെയൊന്നുമല്ല. നമ്മൾ എപ്പോഴും മുന്നോട്ട് വേണം ചിന്തിക്കാൻ. അഞ്ജനയ്ക്ക് ഇന്ദ്രപ്രസ്ഥത്തെക്കാൾ വലിയ കുടുംബത്തിൽ നിന്ന് ആലോചന വരണം. പൃഥ്വിയേക്കാൾ നല്ല പയ്യനെയും കിട്ടണം. അതൊക്കെ നമുക്ക് റെഡിയാക്കാന്നേ. എന്റെ വിവാഹം കഴിഞ്ഞ ഞാൻ ആ കുടുംബത്തിലെ അംഗമായില്ലേ? അതെ. അവരുടെ ബന്ധുക്കളായും കുടുംബ സുഹൃത്തുക്കളായും എത്രയോ വലിയ പണക്കാരും ബിസിനസ്സുകാരും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്ന് നല്ലൊരു ബന്ധം നമുക്ക് റെഡിയാക്കി എടുക്കാന്നേ. നിങ്ങളിങ്ങനെ പറയുന്ന കേൾക്കുമ്പോ ഒരുപാട് സന്തോഷവും അതിനേക്കാൾ സമാധാനവും തോന്നുന്നുണ്ട്. എനിക്കും ഇവൾക്കും നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്താ അപ്പച്ചി ഇത്? കരയാണോ? ഓരോന്നോർത്ത് കണ്ണു നിറഞ്ഞു പോയതാ. അമ്മയ്ക്കിതെന്താ? എന്റെ കല്യാണക്കാരെ ഓർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ട. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അയ്യടാ, അതിന് നാളെ നിന്റെ കല്യാണം നടത്താനൊന്നും അല്ല ഞങ്ങൾ ആലോചിക്കുന്നേ. ഇതൊക്കെ കൊറേ വർഷങ്ങൾ കഴിഞ്ഞുള്ള കാര്യ. അതിനാദ്യം നീ സപ്ലൈ ഒക്കെ എഴുതിയെടുത്ത് ആദ്യം നല്ലൊരു ജോലി ഒപ്പിക്കാൻ നോക്ക്. അതിന് നീ ഇപ്പൊ എന്തിനു സപ്ലൈയുടെ കാര്യമൊക്കെ പറയുന്നേ? നീ ഒന്ന് നന്നാവട്ടെ എന്നോർത്ത് പറഞ്ഞതാ. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ നന്നായതാ. പറ്റുമെങ്കിൽ നീ ആ ദുർഗയൊന്ന് നന്നാക്കിയെടുക്ക്. മനുഷ്യനൊന്ന് സന്തോഷിക്കാൻ തുടങ്ങിയതാ. അപ്പ ആ നാശത്തിന്റെ പേര് ആരെങ്കിലും പറയും. അഷി, അതെ, അവളെ വീട്ടിലില്ലാതിരുന്നെങ്കിൽ എന്ത് സമാധാനം ഉണ്ടായേനെ.